ഗുഡ് മോർണിംഗ്. PSC ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ്. കുറച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട്. കേട്ടറ്റിന്റെ എക്സാമിനേഷൻ ഡേറ്റ് മാറിയതുമായി ബന്ധപ്പെട്ട്. ഇന്ന് അതുപോലെ തന്നെ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് അറിയിക്കാനുള്ളത്. നമുക്കറിയാം സെറ്റ് എക്സാം നടക്കേണ്ടത് ഫെബ്രുവരി 2020 നടക്കേണ്ട സെറ്റ് എക്സാം ആണ്. കൊറോണ കാരണം പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇപ്പോൾ ഇത് വീണ്ടും എക്സ്ട്രീമായിട്ട് ഡിസംബറിന് ശേഷം വീണ്ടും ജനുവരിയിലേക്ക് പരീക്ഷ ഏകദേശം ഉറപ്പിച്ച സ്ഥിതിയാണ്. ഇപ്പം ജനുവരിയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു 9-10 തീയതികളിലാണ് കേട്ടറ്റ് നടക്കാനുള്ളത്. കേട്ടറ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം 2020 ഡിസംബർ 28, 29 തീയതികളിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ പരീക്ഷയാണ് മാറ്റിയത്. അത് ജനുവരി 9, 10, 2021 ഇപ്പം നടത്തുന്നത്. അതേ ദിവസം തന്നെയാണ് സെറ്റ് എക്സാമും നടത്താനായിട്ട് ഇപ്പം ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ സൈറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. LBSന്റെ ഇപ്പൊ എന്താണ് ആ സൈറ്റിൽ എഴുതി കാണിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. പരീക്ഷ 2019 അപ്ലിക്കേഷൻ ക്ഷണിച്ചു. സെറ്റ് എക്സാമിന് ഫെബ്രുവരി 2020 നടക്കേണ്ട പരീക്ഷയായിരുന്നു. മുകളിൽ കാണാം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫെബ്രുവരി 2020. ഇപ്പൊ അതിന്റെ ഡേറ്റ് ഓഫ് ടെസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് പുതുതായിട്ട് പരീക്ഷ നടത്തുന്ന ടെസ്റ്റ്. ആ ഡേറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 10/1/2021 ആണ്. ഇവിടെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ താഴത്ത് എഴുതി കാണിക്കുന്നുണ്ട് ന്യൂ ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഈസ് ഓൺ 10/1/2021. അതായത് ജനുവരി 10-നാണ് സെറ്റ് എക്സാം നടക്കുന്നത് എന്നിപ്പോ ഫിക്സ് ചെയ്തിട്ട് അതിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. കുറച്ച് മുൻപ് നമ്മൾ കാണിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ, കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം പുതിയ പരീക്ഷാ തീയതി 9-10 തീയതികളിലാണ്. അതായത് 10/1/2021 തന്നെയാണ് കേട്ടറ്റ് എക്സാം നടക്കുന്നത്. അപ്പൊ 10/1/2021 നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് അത് കാറ്റഗറി 3-ഉം കാറ്റഗറി 4-ഉം ആണ്. എന്തുകൊണ്ടും കാറ്റഗറി 3ക്ക് അപ്ലൈ ചെയ്ത കുറേ കാൻഡിഡേറ്റ്സ് സെറ്റ് എക്സാമിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. കാരണം കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഗ്രാജുവേഷനും BEdും ആണ് വേണ്ടത്. ഹൈസ്കൂളിൽ ടീച്ചേഴ്സ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ ആണ് കാറ്റഗറി 3. സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറിയിലേക്കാണ്. അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് BEd ആണ് സെറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ. എനിവേ BEd സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ BEd കംപ്ലീറ്റ് ആക്കിയ ശേഷം PG 3rd or 4th സെമസ്റ്ററിൽ പഠിക്കുന്ന ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ഒരേ കാൻഡിഡേറ്റ്സ് തന്നെയായിരിക്കും കാറ്റഗറി 3ക്കും അതുപോലെ തന്നെ സെറ്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 9-10 തീയതികളിലാണ് കേട്ടറ്റ് നടക്കുന്നത്. അതേ ഡേറ്റിന് തന്നെയാണ് ഇപ്പം സെറ്റും നടത്തുമെന്ന് ഒഫീഷ്യൽ സൈറ്റിൽ വിവരം വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ഡേറ്റ് ഇനി മാറ്റുമോ, ഇനി എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എനിവേ 2 എക്സാമും ഇപ്പൊ 10-ാം തീയതി ഫിക്സ് ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി ഇത് നടക്കേണ്ടത് കേട്ടറ്റ് ഡിസംബറിൽ നടക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കും. മറ്റത് 10-ാം തീയതി ചിലപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക അതിന് മുൻപ്. എനിവേ 2 എക്സാമും ഇപ്പം നടക്കുന്നത് ഒരേ ഡേറ്റ് എന്നതിലാണ്. ഇനിയിപ്പോൾ കാൻഡിഡേറ്റ്സിന്റെ ആവശ്യപ്രകാരം അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നെക്സ്റ്റ് ഡേയ്സിലൊക്കെ നമുക്ക് കണ്ടറിയാവുന്നതാണ്. ഓക്കെ, ഈ വിവരം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊന്ന് ഒഫീഷ്യലായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2 പരീക്ഷ ഒരു ദിവസം നടക്കുമോ അല്ലെങ്കിൽ 2 ദിവസം നടക്കുമോ എന്നതിലുപരി നിങ്ങൾ 2 പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് 2 പരീക്ഷയ്ക്കും പഠിച്ചോളുക. എന്തെങ്കിലും ഒരു പ്രൊവിഷൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഒരിക്കലും 2 പരീക്ഷയും കൂടി ഒരു ദിവസം നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു പരീക്ഷ മാറ്റി വെച്ച് ഒരു പരീക്ഷയ്ക്കുള്ള പഠനം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2ന് എങ്ങനെ പ്രിപ്പയർ ചെയ്തോ അതുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.